ഹലോ ആൻഡ് വെൽക്കം ടു ഹെൽത്തി ഫ്ലിക്സ്. ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഡോക്ടർ മുരളി കൃഷ്ണൻ, ഹു ഈസ് ചീഫ് ഡെന്റൽ സർജൻ അറ്റ് ബാല്യ പീഡിയാട്രിക് മെഡിക്കൽ ആൻഡ് ഡെന്റൽ കെയർ. വെൽക്കം സർ ടു അവർ ഷോ. Thank you, ma'am. അപ്പം നമുക്ക് ഐ സ്റ്റാർട്ട് ഓഫ് വിത്ത് ദ ക്വസ്റ്റ്യൻസ് റിലേറ്റിംഗ് ടു പീഡിയാട്രിക് ഡെന്റിസ്ട്രി. ഇപ്പം നമുക്ക് ഡെന്റിസ്ട്രി എന്ന് പറയുമ്പോൾ യൂഷ്വലി ഒരു അഡൽട്ട് സെറ്റപ്പിലാണ് നമ്മൾ സാധാരണ കാണാറുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ അറിയേണ്ടത് പീഡിയാട്രിക് ഡെന്റിസ്ട്രി എന്ന് പറയുമ്പോൾ എന്താണ്, ആൻഡ് ഇസ് ഇറ്റ് എ സ്പെസിഫിക് ബ്രാഞ്ച് ഓഫ് ദ ഫീൽഡ് ഓഫ് ഡെന്റിസ്ട്രി, ആൻഡ് what can the general population know about pediatric dentistry? യെസ് മാം, ഇത് BDS എന്ന് പറയുന്നത് ബാച്ചലർ ഓഫ് ഡെന്റൽ സർജറി എന്ന് പറഞ്ഞിട്ട് ഇസ് ബേസിക്കലി 5.5 years. അത് അണ്ടർ ഗ്രാജുവേഷൻ ആണ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ്. ദർ ആർ 9 ഡിഫറെൻറ്റ് ബ്രാഞ്ചസ്. അതിൽ വൺ ഓഫ് ദ ബ്രാഞ്ച് ആണ് ഈ പറയുന്ന പീഡിയാട്രിക് ഡെന്റിസ്ട്രി. ആൻഡ് MDS is for 3 years. So there are various branches for different these things, like tooth removal ആണെങ്കിലോ അല്ലെങ്കിൽ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ആണെങ്കിൽ ഇറ്റ് ഇസ് മാക്സിലോഫേഷ്യൽ, ആൻഡ് ബ്രേസസ് ഇടുന്നത് ഇറ്റ് ഇസ് ഓർത്തഡോണ്ടിക്സ്, ആൻഡ് റൂട്ട് കനാലിലും കാര്യങ്ങളും ചെയ്യുന്നത് ഇറ്റ് ഇസ് എൻഡോഡോണ്ടിക്സ്. സോ പീഡിയാട്രിക് ഡെന്റിസ്ട്രി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫ് ഡെന്റിസ്ട്രി വെയർ യു ട്രീറ്റ് ചിൽഡ്രൻ ഫ്രം ഈ പറഞ്ഞ റൈറ്റ് ഫ്രം ബർത്ത് ടിൽ അഡലസൻസ് 18 years വരെയുള്ള എനി കൈൻഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് യു വിൽ ബി ഡൂയിങ് ഇറ്റ്. സ്റ്റാർട്ടിങ് ഫ്രം ടൂത്ത് റിമൂവൽ ആയിക്കോട്ടെ, ഫില്ലിംഗ് ആയിക്കോട്ടെ, റൂട്ട് കനാൽസ് ആയിക്കോട്ടെ, ഓർ മൈനർ ബ്രേസസ് കറക്ഷൻ, ഓർ ജോ ഗ്രോത്തിൻ്റെ മോഡിഫിക്കേഷൻ ആയിക്കോട്ടെ, all those things will be coming under ഈ പറയുന്ന pediatric dentistry. And another this thing, what it makes it different from the other branches എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ this involves psychology also. കാരണം എവറി ചൈൽഡ് ഈസ് ഡിഫറെൻറ്റ്. സോ നമുക്ക് കുട്ടികളുടെ ആ ലെവലിൽ ഇറങ്ങിപ്പോയി നമുക്ക് പ്രവർത്തിച്ചാലേ വിൽ ബി ഏബിൾ ടു വിൻ ദ ചൈൽഡ്സ് ഹാർട്ട് ആൻഡ് ദ കോപ്പറേഷൻ. സോ നമുക്ക് ഈ ബ്രാഞ്ചിൽ നമുക്ക് വി സ്റ്റഡി സൈക്കോളജി ഓൾസോ. ദർ ഇസ് സൈക്കോളജി ഓൾസോ വൺ പേപ്പർ where we study this and we manage children. So that is what pediatric dentistry is about. Okay. Yeah, I can understand that. കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ ഒരു ഡെന്റിസ്റ്റ് ഓഫീസ് എന്നൊക്കെ പറയുമ്പോൾ മേ ബി ഫോർ ചിൽഡ്രൻ ഇറ്റ് ക്യാൻ ബി എ ലിറ്റിൽ അല്ലെ ഒരു സ്കെയറി ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും. സോ ഐ സപ്പോസ് ലേണിംഗ് എ ലിറ്റിൽ ബിറ്റ് മോർ അബൌട്ട് ഹൗ ടു ഹാൻഡിൽ ചിൽഡ്രൻ ആൻഡ് തിങ്സ് ലൈക്ക് ഇറ്റ്. ഐ തിങ്ക് ഇറ്റ് മേക്സ് ഇറ്റ് അവർക്ക് എളുപ്പവും കൂടി ആയിരിക്കും ദാറ്റ് ദേ വോണ്ട് ടു ഫ്രീക്വന്റ് ഡെന്റൽ ഓഫീസ്. അവർ യൂഷ്വലി ത്രെറ്റനിങ് സ്റ്റിമുലി ആയിട്ടാണ് ഡെന്റിസ്റ്റിനെ തന്നെ യൂഷ്വലി പേരൻസ് പറയുക. അതെ, ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോകും, പല്ല് പറിച്ച് കളയും, അങ്ങനെയൊക്കെ ഓരോന്ന്. പല്ല് പറിച്ചില്ലെങ്കിൽ, പല്ല് തേച്ചില്ലെങ്കിൽ പോകുമ്പോൾ. സോ നമ്മളെ ഒരു ഡെമൺ ആയിട്ടാണ് ആദ്യമേ പോർട്രേ ചെയ്യുന്നത്. സോ ഈ ബ്രാഞ്ചിൽ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂഷ്വൽ ഡെന്റൽ സെറ്റപ്പ് ആയിരിക്കില്ല പീഡിയാട്രിക് ഡെന്റിസ്റ്റ് എന്ന് പറയുമ്പോൾ. അതായത് ഒരു വൈറ്റ് ചെയറും ഈ പറയുന്ന സറൗണ്ടഡ് ബൈ കപ്പിൾ ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഇഞ്ചെക്ഷൻസ്, ഇതൊന്നും ആയിരിക്കില്ല. മോർ ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് ആയിരിക്കണം. അതായത് മോർ പ്ലസൻ്റ് ആയിട്ട് ബ്രൈറ്റ് കളേഴ്സും ഈ പറയുന്ന കാർട്ടൂൺസും, ഈ ഡിസ്ട്രാക്ഷന് വേണ്ടി ഒരു അക്വേറിയം ഓർ ഈ പറയുന്ന ടോയ്സ്, അതൊക്കെ വെച്ചിട്ടുള്ള ഒരു ഡെന്റൽ സെറ്റപ്പ് ആവുമ്പം വാട്ട് ഇറ്റ് ഡസ് ഇസ് ഇറ്റ് ലോവേഴ്സ് ദ ചൈൽഡ്സ് ആങ്സൈറ്റി. ഈ ആങ്സൈറ്റി കുറയുമ്പോൾ തന്നെ വാട്ട് ഹാപ്പൻസ് ഇസ് ഈ പെയിൻ ത്രഷോൾഡ് കൂടും. സോ ഈ പറയുന്ന എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോഴും വെൻ ദേ ആർ അറ്റ് ഈസ്, വെൻ ദേ ആർ റിലാക്സ്ഡ്, അവർ ജോബ് ബിക്കംസ് മച്ച് മോർ ഈസിയർ. അതാണ് ബേസിക് ഡിഫറൻസ് വരുന്നത്. ഓക്കെ. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണ്, ലൈക്ക് ഇപ്പോൾ ചെറിയ കുട്ടികൾ, ലൈക്ക് ബേബീസ്, യു ആർ സെയിങ് റൈറ്റ് ഫ്രം ബേബി സ്റ്റേജിൽ തന്നെ ഡെന്റിസ്റ്റിനെ കാണും. ബട്ട് യൂഷ്വലി ദ തിങ് ഈസ് കുട്ടികൾക്ക് പല്ലില്ലല്ലോ എന്ന് പറയുന്നത്. ബട്ട് ഐ ഹേർഡ് ദാറ്റ് ആക്ച്വലി ചിൽഡ്രൻ ഡു ഹാവ് ദ സെറ്റ് ഓഫ് ടീത്ത് ഇൻസൈഡ്. അതിൽ റൈറ്റ് ഫ്രം ബർത്ത് എന്ന് പറയാൻ കാരണം ചില ഇൻഫൻറ്റ്സ്, ബേസിക്കലി ഇൻഫൻറ്റ്സ് സൂൺ ആഫ്റ്റർ ബർത്ത് ഓർ ജസ്റ്റ് ബർത്ത് ആവുന്ന സമയത്ത് തന്നെ ദേ ഹാവ് എ ടീത്ത്. യൂഷ്വലി 6 months ആദ്യത്തെ പല്ല് വരുന്നത്. ബട്ട് ദർ ആർ സം ചിൽഡ്രൻ ഇൻഫൻറ്റ്സ് ഹു ഡെവലപ്പ് ടീത്ത് അറ്റ് ദ ടൈം ഓഫ് ഡെലിവറി ഓർ സൂൺ ആഫ്റ്റർ ഡെലിവറി. അതിനെ നമ്മൾ നേറ്റൽ ടീത്ത് എന്നാണ് പറയുക. വിസിബിൾ ആയിരിക്കും നേറ്റൽ ടീത്ത് ഓർ ന്യൂനേറ്റൽ ടീത്ത് എന്ന് പറയും. അത് ഇറ്റ് മൈറ്റ് ബി ദ ആക്ച്വൽ മിൽക്ക് ടീത്ത് ആയിരിക്കും, 6 മാസത്തിൽ വരാനുള്ള പാൽപ്പല്ലായിരിക്കാം, ഓർ ഇറ്റ് മൈറ്റ് ബി എൻ എക്സ്ട്രാ സെറ്റ് ഓഫ് ടൂത്ത്. അവിടെ ഈ പീഡിയാട്രിക് ഡെന്റിസ്റ്റിൻ്റെ റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നേറ്റൽ ടീത്ത് ഓർ ന്യൂനേറ്റൽ ടീത്ത് ഈസ് ഇറ്റ് കോസിങ് ഡിഫിക്കൽട്ടി ഇൻ ഫീഡിങ്. അമ്മയ്ക്ക് ഫീഡ് ചെയ്യുന്ന സമയത്ത് ഈസ് ദ മദർ എക്സ്പീരിയൻസിങ് എനി ഡിസ്കംഫർട്ട്. അപ്പം വിഷയം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഡിസ്കംഫർട്ട് ദ മദർ, സോ ഫീഡിങ് വോണ്ട് ബി പ്രോപ്പർ. ഫീഡിങ് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ ചൈൽഡിൻ്റെ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് വിൽ ബി ബാഡ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ദറ്റ് ഈ പറഞ്ഞ എക്സ്ട്രാ ടൂത്ത് ഓർ നേറ്റൽ ടൂത്ത് ഇസ് മൊബൈൽ, ഇളകുന്ന പല്ലാണ് എന്നുണ്ടെങ്കിൽ ഫീഡ് ചെയ്യുന്ന സമയത്ത് ദർ ഈസ് എ ചാൻസ് ദറ്റ് ഇറ്റ് ക്യാൻ കോസ്, സ്വോളോ ചെയ്താൽ കുഴപ്പമില്ല, അവർ ആസ്പിറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചോക്ക് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് ഇറ്റ് ബിക്കംസ് എ പ്രോബ്ലം. സോ
നേറ്റൽ ടീത്തിൻ്റെ ഈ പറയുന്ന അഡ്രസ്സ് ചെയ്യുന്ന അറ്റ് ദ ടൈം ഓഫ് ഡെലിവറി എന്ന് പറയുമ്പം ദേ കം ടു ദ ക്ലിനിക്, നമ്മൾ എക്സാമിൻ ചെയ്ത് നോക്കും. ഷാർപ്പ് ടീത്ത് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ കുട്ടിയെ പിടിച്ചെടുത്ത് സ്ലൈറ്റായിട്ട് ഗ്രൈൻഡ് ചെയ്യും, സോ ദാറ്റ് മദർ ഡസൻ എക്സ്പീരിയൻസ് എനി ഡിഫിക്കൽട്ടി ഇൻ ഫീഡിങ്. ഫോളോയിങ് ദാറ്റ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് മൊബൈൽ, നമ്മളതിനെ വീൽ ലീവ് ഇറ്റ് ഓഫ്. എക്സ്റേയും കാര്യങ്ങളൊന്നും എടുക്കില്ല. ആഫ്റ്റർ 6 months അത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഫ് വി നീഡ് വി ക്യാൻ ടേക്ക്, കാരണം റേഡിയേഷൻ എക്സ്പോഷർ വേണ്ട എന്ന് വെച്ചിട്ടാണ്. വേറാസ് ഇഫ് ഇറ്റ് ഈസ് മൊബൈൽ, ഇഫ് ഇറ്റ് ഈസ് ഷേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദെൻ നമ്മൾ ഈ പറയുന്ന വൈറ്റമിൻ കെ ലെവൽസും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ടായിരിക്കും നമ്മളതിനെ റിമൂവ് ചെയ്യുന്നുണ്ടാവാം. സോ ദാറ്റ് ഈ പറയുന്ന ചോക്കിങ്ങും ഇഞ്ചക്ഷനും പ്രശ്നങ്ങൾ വരുന്നില്ല ആൻഡ് ഫീഡിങ്ങിന് നമുക്ക് ഇഷ്യൂ വരുന്നില്ല. സോ അതാണ് സൂൺ ആഫ്റ്റർ ഡെലിവറി എന്ന് പറയുന്നത്, ഓർ സൂൺ ആഫ്റ്റർ ബർത്ത് എന്ന് പറയുന്നത്. നമുക്ക് പിന്നെ ഈ ഓറൽ ഹൈജീൻ മെഷേഴ്സ്, ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഗം പാഡ്സ് ക്ലീൻ ചെയ്യണം, എങ്ങനെ ടങ് ക്ലീൻ ചെയ്യണം എന്നുള്ളതൊക്കെ നേരത്തെ കൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന അവർക്ക് 6 മാസത്തിൽ പല്ല് വരുമ്പോൾ എന്തൊക്കെയാണ് യൂഷ്വലി ഇഷ്യൂസ് ക്രോപ്പപ്പ് ചെയ്യുക. ചില കുട്ടികൾക്ക് ഫീവർ വരാം, ചില കുട്ടികൾക്ക് സലൈവേഷൻ എക്സസീവ് ആയിരിക്കാം, ചില പിള്ളേർ ഇറിറ്റബിൾ ആയിരിക്കാം. അപ്പോൾ അതെല്ലാം നമുക്ക് നേരത്തെ കൂട്ടി പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ വിൽ ബി ഹാവിങ് എ ഫെയർ ബിറ്റ് ഓഫ് ഐഡിയ. അതായത് ആസ് ടു വാട്ട് ടു എക്സ്പെക്ട് വെൻ ദ ന്യൂ ടീത്ത് ഇസ് കമ്മിങ് എന്നുള്ളത് പേരൻസിന് നേരത്തെ കൂട്ടി മനസ്സിലാവും. അപ്പോൾ സാർ ഇപ്പോൾ പറഞ്ഞല്ലോ ലൈക്ക് ടു ക്ലീൻ ദിയർ ഗംസ്. അപ്പോൾ ഇപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോട്ടിൽ ഫെഡ് ആയിട്ടുള്ള കുട്ടികൾക്കും ഈവൻ ഇഫ് ദേ റിയലി യങ് വി ഡു ഹാവ് ഓറൽ പ്രോട്ടോകോൾ. ലൈക്ക് അതിനെക്കുറിച്ചൊന്ന് പറയാം. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ബ്രഷ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ടീത്ത് തെറപ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ടൂത്ത് ബ്രഷ് യൂസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് യൂഷ്വലി ഫിംഗർ ബ്രഷാണ്. ബിഫോർ ദാറ്റ് ഈ പറഞ്ഞ ആഫ്റ്റർ ഫീഡിങ് നമ്മൾ ചെയ്യുന്ന ഗം പാഡ് ക്ലീനിങ് എന്നാണ് പറയുന്നത്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് സൂൺ ആസ് ദ ഫീഡിങ് ഇസ് ഓവർ നമ്മളൊരു സ്റ്റെറൈൽ ക്ലോത്ത് മോയിസ്റ്റ് ആക്കിയതിന് ശേഷം നമ്മുടെ ഇൻഡെക്സ് ഫിംഗറിൽ ചുറ്റിയിട്ട് ഗം പാഡിൽ പാല് കെട്ടി നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗം പാഡ് ക്ലീൻ ചെയ്യുന്നത്. സോ ദാറ്റ് ഓവർ എ പീരീഡ് ഓഫ് ടൈം ഈ പറയുന്ന ഈ ഗംസിലും ടങ്ങിലും പാല് കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ലീഡ് ടു അതർ ഈ പറയുന്ന മൈൽഡ് ഇൻഫെക്ഷൻസ്. അത് കാരണം ക്ലീൻലിനെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഗം പാഡ് ക്ലീനിങ്ങും ടങ് ക്ലീനിങ്ങും ചെയ്യുന്നത്. സോ ഈ അതാണ് ബേസിക്കലി ചെയ്യുന്നത്. ഓക്കെ, സോ പാരൻസ് അറിഞ്ഞിരിക്കേണ്ട ഒരു റൂട്ടീനായിട്ട് ചെയ്യേണ്ട ഡെന്റൽ പ്രൊസീജിയേഴ്സോ അല്ലെങ്കിൽ ഫോളോ അപ്സോ ചെക്കപ്സ് എന്തൊക്കെയാണ്? ഇപ്പോഴും നമ്മൾ പറയുന്ന ഫസ്റ്റ് ഡെന്റൽ വിസിറ്റ് ഈസ് വെരി ക്രൂഷ്യൽ. ഏതൊരു പേരൻറ്റും കുട്ടിയും ഫസ്റ്റ് ഡെന്റൽ വിസിറ്റ് ഇറ്റ് പ്ലേസ് എ ബിഗ് റോൾ ഇൻ ദ ചൈൽഡ്സ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ ഡെന്റിസ്റ്റ്. യൂഷ്വലി ഫസ്റ്റ് ടീത്ത് വരുമ്പോൾ ആദ്യത്തെ ഈ പറയുന്ന വിസിറ്റ് ഉണ്ടാവണം എന്ന് പറയും. കാരണം ഫസ്റ്റ് ടീത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന പോലെ ഗം പാഡ് ക്ലീനിങ് എന്ന് ബ്രഷിങ്ങിലേക്ക് മാറും. ആൻഡ് ദെൻ ഫീഡിങ് എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഐഡിയ കൊടുക്കണം. സെക്കൻഡ് തിങ് വന്ന് വാട്ട് ഹാപ്പൻസ് ഇഫ് ഈ കണ്ടിന്യൂസ് ആയിട്ട് നൈറ്റ് ഫീഡിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഓർ ബോട്ടിൽ ഫീഡിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ ഡെലിറ്റീരിയസ് എഫക്റ്റ്, എന്താണ് അതിൻ്റെ ഹാംഫുൾ എഫക്റ്റ് എന്നുള്ളത് നമ്മൾ പേരൻസിനെ പറയണം. കാരണം ഇപ്പോഴത്തെ സിനാറിയോയിൽ ബോത്ത് ദ പേരൻസ് ആർ യൂഷ്വലി വർക്കിംഗ്. അപ്പം കുറച്ച് നേരമേ കുട്ടിയെ കൈ കിട്ടുന്നുള്ളൂ. ആൻഡ് എസ്പെഷ്യലി നൈറ്റ് ടൈമിൽ വെൻ പേരൻസ് ആർ റിയലി ടയേർഡ്, കുട്ടി കരയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വാട്ട് ദേ ഡു ഈസ് ദേ ഗിവ് എ ബോട്ടിൽ ഓഫ് മിൽക്ക് ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ചൈൽഡ്സ് മൗത്ത് സോ ദാറ്റ് ദ ചൈൽഡ് സ്ലീപ്സ് ഓഫ്. ബട്ട് അത് ഇറ്റ് കോസസ് ആക്ച്വലി മോർ ഹാം ദാൻ ഗുഡ് ഫോർ ദ ചൈൽഡ്. കാരണം രാത്രി സമയങ്ങളിൽ ഈ പല്ലിന് ചുറ്റും കെട്ടിക്കിടന്നിട്ട് ടങ്ങിൻ്റെ ക്ലീനിങ് ആക്ഷനും ഉണ്ടാവില്ല, സലൈവേഷനും കുറവായിരിക്കും. സോ വാട്ട് ഇറ്റ് ഡസ് ഇസ് ഇറ്റ് റിയലി ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് ഡീകെ. പെട്ടെന്നായിരിക്കും ഡീകെ സ്പ്രെഡ് നടക്കുന്നത്. സോ അതിനെ പറ്റിയിട്ടൊരു ബോധവൽക്കരണം ആദ്യം ഈ പറയുന്ന പേരൻസിന് കൊടുക്കണം. ആൻഡ് ദെൻ റുട്ടീനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ക്ലീനിങ് ചെയ്യാൻ നമുക്ക് പല്ല് ക്ലീൻ ചെയ്യുക. ഒരുപാട് പ്ലാക്കും കാൽക്കുലസും ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യും. ആൻഡ് റുട്ടീൻ ഡെൻറ്റൽ പ്രൊസീജിയേഴ്സ് ഇൻക്ലൂഡ് ഫില്ലിങ്സ് നമുക്ക് ചെയ്യാം. അഡൽട്ടിന് ചെയ്യുന്ന അതേപോലെ ഫില്ലിങ്സ് ചെയ്യാം. ഓർ ഇത് ഡീക്ക് ഒരുപാട് ഡീപ്പാണെങ്കിൽ വി ഡു റൂട്ട് കനാൽസ് ഫോർ ചിൽഡ്രൻ, വി പുട്ട് ക്യാപ്സ് ഫോർ ചിൽഡ്രൻ. കാരണം യൂഷ്വലി പേരൻസ് ചോദിക്കുന്നത് എന്തായാലും കൊഴിഞ്ഞു പോകാൻ പോകുന്ന പല്ലാണ്. സോ വാട്ട് ഈസ് ദ നീഡ് ഫോർ ഈ പറഞ്ഞ റൂട്ട് കനാൽസ് എന്ന് ചോദിക്കുമ്പോൾ എല്ലാ പല്ലും പോകുന്ന, അതായത് 20 teeth വിത്ത് ദ ചൈൽഡ്സ് മൗത്ത് ഉള്ളത് 20 teeth വിൽ ബി റീപ്ലേസ്ഡ് ബൈ 32 ലേറ്റർ ഓൺ. ബട്ട് ആ കൊഴിഞ്ഞു പോകാൻ തുടങ്ങുന്നത് 6 to 7 years ഓഫ് ലൈഫിലാണ് ആദ്യത്തെ പല്ല് കൊഴിഞ്ഞു പോകുന്നത്. സോ വേറാസ് ഈ പാൽപ്പല്ലുകളുള്ള അണപ്പല്ലുകളെല്ലാം പോകാൻ ഇറ്റ് ടേക്സ് on 10 to 11 years. സോ ഒരു 3-year-old ചൈൽഡ് ഹാവിങ് ഡെൻറ്റൽ പെയിൻ ഓർ ഇഷ്യൂ നമ്മൾ അതിനെ കണ്ണടച്ച് വെച്ചിട്ട് കാര്യമില്ല. കാരണം ദിസ് ടീത്ത് വിൽ ഫോൾ ഓൺലി ബൈ 7-8 years കഴിഞ്ഞിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. സോ ആ പല്ല് റൂട്ട് കനാൽ ചെയ്യണമെങ്കിൽ ചെയ്തിട്ട് അടച്ച് ക്യാപ്പിട്ട് വെക്കുന്ന തന്നെയാണ് അതിൻ്റെ യൂഷ്വൽ. ഡസ് ഇറ്റ് സ്പ്രെഡ് ദോ? ഇപ്പോൾ ഒരു പല്ലിലുണ്ടെങ്കിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോകും. ബാക്ടീരിയ ഡസ് ഗോ ഫ്രം one tooth to another tooth. ആൻഡ് മെയിൻ പ്രശ്നക്കാരൻ എന്ന് പറയുന്നത് ഓറൽ ഹൈജീൻ ആണ്. അതായത് ഈ നേരത്തെ പറഞ്ഞ പോലെ പാലുകുടി കാരണം
പാല് കെട്ടിക്കിടക്കുന്ന കാരണം, ഓർ കുറച്ച് വലിയ കുട്ടി 2.5 years ആയി കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ഭക്ഷണമാണെങ്കിലും പ്രോപ്പർ ക്ലിൻസിങ് ഇല്ല എന്നുണ്ടെങ്കിൽ ബിറ്റ്വീൻ ദ ടീത്ത് ഈ പറയുന്ന ഫുഡോ ഡെബ്രിസോ തങ്ങി നിന്ന് കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിലേക്കാണ് ബാക്ടീരിയ ഫീഡ് ചെയ്യുന്നത്. ഈ ബാക്ടീരിയ ഫീഡ് ചെയ്തിട്ട് ദേ റിലീസ് ആസിഡ്. ആ ആസിഡാണ് ഈ പറഞ്ഞ കേർഡായിട്ട് പല്ലിന് ഇനാമൽ ഡിസോൾവ് ചെയ്യാനുള്ള മെയിൻ കാരണക്കാരൻ. ആൻഡ് ഇറ്റ് ഗോസ് ഇൻസൈഡ്. ഇനാമൽ കഴിഞ്ഞാൽ അടുത്ത ഡെൻറ്റീൻ വരും, സെക്കൻഡ് ലെയർ. ആൻഡ് ദെൻ കംസ് പൾപ്പ് എന്ന് പറയുന്നതാണ് പല്ലിൻ്റെ വേരെന്ന് പറയുന്നത്. ആ ഡെൻറ്റീൻ കഴിഞ്ഞ ഡെൻറ്റീനും പൾപ്പിലേക്കൊക്കെ എത്തുമ്പോഴാണ് കുട്ടിക്ക് സിംറ്റമാറ്റിക് ആയിട്ട് ബുദ്ധിമുട്ട് വന്നു തുടങ്ങാം. ഇനാമലിലുള്ള സമയത്ത് ജസ്റ്റ് ഡിസ്കളറേഷൻ മാത്രമാണ്. whereas it goes inside, then the child will start developing symptoms. ഭക്ഷണം കയറി ഇരിക്കുമ്പോൾ വേദന, അല്ലെങ്കിൽ ചുമ്മാ ഇരിക്കുമ്പോൾ വേദന, രാത്രി കിടന്നുറങ്ങുമ്പോൾ വേദന, all those things start creeping in. സോ അങ്ങനെയാണ് നമ്മൾ ഓറൽ ഹൈജീൻ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ എന്ന് പറയാം. കുട്ടികളും ഡു ദേ ഓൾസോ അവർക്കും ഈ ഒരു പുളിപ്പ് വരിക അങ്ങനത്തെ എക്സ്പീരിയൻസ് ചെയ്യാറ്? പുളിപ്പ് വരും. ബട്ട് പുളിപ്പ് അവർക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ അത്രയും പറ്റില്ല. ബിക്കോസ് അവർക്ക് പെയിനും പുളിപ്പും തമ്മിൽ അത്രയും ഒരു ഡിഫറൻസിയേഷൻ പിള്ളേർക്ക് അവർക്ക് പറയാൻ അറിയില്ല. സോ ബ്രോഡ്ലി വാട്ട് ദേ സേ ഈസ് പെയിൻ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പെയിനുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ സെൻസിറ്റിവിറ്റിയും കാര്യങ്ങളെല്ലാം വരുന്നത് യൂഷ്വലി കുറച്ചും കൂടെ പറയാൻ അറിയുന്ന പ്രായമാവുമ്പോഴാണ് അതൊക്കെ വരിക. ഇവർക്കും ഉണ്ടാവും, ബട്ട് അഡ്രസ്സ് ചെയ്യാനും അത് പറയാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റുന്നത് കുറച്ചും കൂടെ വലിയ പിള്ളേർക്കായിരിക്കുന്നു മാത്രം. ഇപ്പം നമ്മൾ ഈ പ്രൊസീജിയേഴ്സ് ചെയ്യണോ പറഞ്ഞല്ലോ, അപ്പോൾ ഇപ്പം സം ഫോം ഓഫ് പെയിൻ മെഡിക്കേഷനോ അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ വി ഹിയർ ഓൾ ദീസ് സ്റ്റോറീസ്, ഇങ്ങനെ അനസ്തീസിയ റിലേറ്റഡ് കോംപ്ലിക്കേഷൻസ് വന്നു, അതൊക്കെ അപ്പോൾ കുട്ടികളുടെ ലെവലിൽ എങ്ങനെയാണ് അത് സോൾവ് ചെയ്യുക? ഏതൊരു പ്രൊസീജിയർ ആണെങ്കിലും ദർ ആർ പ്രോസ് ആൻഡ് കോൺസ് ആൻഡ് പ്ലസസ് ആൻഡ് മൈനസസ്. അപ്പോൾ നമുക്ക് മാനേജ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ കംസ് ലൈക്ക് ഒന്ന് ചെയർ സൈഡ് മാനേജ്മെൻറ്റ്, അതാണ് ബിഹേവിയർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതും, അതാണ് നമ്മുടെ സൈക്കോളജി എന്ന് പറയുന്നത്. സൈക്കോളജി മനസ്സിലാക്കി കുട്ടിക്ക് പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം വേദന ഇല്ലാത്ത പ്രൊസീജിയേഴ്സും ഡിസ്കംഫർട്ടിങ് അല്ലാത്ത പ്രൊസീജിയേഴ്സും ആദ്യം തുടങ്ങും. ആൻഡ് ദെൻ ഫ്രം ദെയർ ടേക്ക് ഇറ്റ് എ ബിറ്റ് മോർ ഡീപ്പർ. കുറച്ചും കൂടെ ബുദ്ധിമുട്ടുള്ള ഓർ പെയിൻ കോസിങ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് സബ്സിക്വൻറ്റ് വിസിറ്റ്സിലേക്ക് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ കുട്ടിക്ക് അവന് മനസ്സിലാവും വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ, ഇത് വലിയ പ്രശ്നമുള്ളതല്ല, ആൻഡ് ഐ ക്യാൻ കോപ്പ് അപ്പ് വിത്ത് ഇറ്റ് എന്നുള്ളൊരു ഇത് വരും. ആൻഡ് ദെൻ അത് കഴിഞ്ഞിട്ട് വേണം നെക്സ്റ്റ് ലെവൽ ഓഫ് ഇതിലേക്ക് പോകാൻ. ബട്ട് വേറെ സം ചിൽഡ്രൻ അവർക്ക് നേരത്തെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാവുമോ, അല്ല ഈ ജന്മന നല്ല പേടിയുള്ള കുട്ടികളാണ്, അല്ലെങ്കിൽ പേരൻസ് ആ ഒരു പേടി ഇൻസ്റ്റിൽ ചെയ്യുന്ന പേരൻസാണ്. അതായത് പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ ഡെൻറ്റിസ്റ്റിനെ കൂട്ടിക്കൊണ്ട് പോകും, ഇഞ്ചക്ഷൻ കൊടുക്കും എന്നൊക്കെ പറയുമ്പോൾ ഈ പറയുന്ന നമ്മൾ കാണുന്നത് തന്നെ ഒരു നെഗറ്റീവ് മൈൻഡിലാണ് കുട്ടി കാണുന്നത്. അപ്പം പെയിൻ കാരണം ഇതെല്ലാം വളരെ കുറവായിരിക്കും. അങ്ങനത്തെ കുട്ടികൾക്ക് വി ക്യാൻ ഹാവ് ഈ ഫാർമക്കോളജിക്കൽ മാനേജ്മെൻറ്റ്. അതായത് ദാറ്റ് ഇൻവോൾവ്സ് വി ക്യാൻ ഗീവ് സം സോർട്ട് ഓഫ് സെഡേഷൻ. ഈ പറയുന്ന മൈൽഡ് സെഡേഷൻ ഉണ്ട്, മോഡറേറ്റും ഡീപ്പ് സെഡേഷൻ ഉണ്ട്. മൈൽഡ് സെഡേഷൻ ആണ് ഈ പറയുന്ന എന്തെങ്കിലും ഇൻഹലേഷൻ ഗ്യാസ് വെച്ചിട്ട്, ലാഫിംഗ് ഗ്യാസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ആൻഡ് അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിയുള്ള കുട്ടികളാണ്, ബട്ട് ദേ ആർ വില്ലിങ് ടു കോപ്പറേറ്റ്, ബട്ട് ദേ ആർ അണേബിൾ ടു കോപ്പറേറ്റ് ബിക്കോസ് ഓഫ് ഫിയർ. അത് യൂഷ്വലി ഒരു 5 years ആ ഒരു റേഞ്ചിലൊക്കെ. കാരണം ഈ 3 വയസ്സുകാരനും 3.5-4 വയസ്സുകാരനും ഒക്കെ അവരുടെ ഇമോഷണൽ മെച്യൂരിറ്റി ഉണ്ടാവില്ല. അതായത് ദേ വിൽ നോട്ട് ബി നോയിങ് ആസ് ടു വൈ ദിസ് ഡെൻറ്റിസ്റ്റ് ഈസ് ഡൂയിങ് സച്ച് എ ട്രീറ്റ്മെൻറ്റ് എന്നുള്ള കാര്യം അവന് നല്ലതെന്നുള്ളതാണ് എന്നുള്ള തിരിച്ചറിയുന്ന ഒരു പ്രായമായിട്ടില്ല. സോ ദേ വിൽ ബി എയ്തർ ഗുഡ് ഓർ ബാഡ്, നത്തിങ് ഇൻ ബിറ്റ്വീൻ. അപ്പം അവർ ഈ പറഞ്ഞ ലാഫിംഗ് ഗ്യാസിൻ്റെ കാൻഡിഡേറ്റ്സ് അല്ല. ആൻഡ് വേറസ് ഒരു 5 year old 5.5 ഒക്കെ ആകുമ്പം ദേ സ്റ്റാർട്ട് ഓക്കെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പെയിൻ മാറും എന്നറിയാം. ബട്ട് മൈറ്റ് ബി ഫ്രണ്ട്സ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, എന്നെ അവിടെ കൊണ്ടുപോയി അത് ഡ്രില്ല് ചെയ്തു, നല്ല വേദനയായിരുന്നു, ആ ഒരു പേടി വിൽ ബി ദെയർ ബാക്ക് ഓഫ് ദ മൈൻഡ്. ബട്ട് ഹീ നോസ് ദാറ്റ് അതായത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ പെയിൻ മാറും, ബട്ട് ഇത് കാണുമ്പോൾ അവന് പെയിൻ അഗ്രിവേറ്റ് ആവും, ആങ്സൈറ്റി കാരണം. സോ അങ്ങനത്തെ കുട്ടികളാണ് ആർ ഗുഡ് കാൻഡിഡേറ്റ്സ് ഫോർ ലാഫിംഗ് ഗ്യാസ്. What it does is it creates a sort of a mild sedative effect, so that he'll be at ease. ഈ ആങ്സൈറ്റി ലെവൽ കുറയ്ക്കാൻ എക്സാക്ട്ലി ആങ്സൈറ്റി ലെവൽ വല്ലാണ്ട് കുറയ്ക്കും. ഒരു ഫ്ലോട്ടിംഗ് സെൻസേഷൻ ആയിരിക്കും, ഒരു 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 ടിംഗ്ലിംഗ് സെൻസേഷൻ ഉണ്ടാവും, അവൻ വളരെ ലൈറ്റ് ആയിരിക്കും. ഹി വിൽ ബി നോയിങ് വാട്ട് ഈസ് ഗോയിങ് അറൗണ്ട്, ബട്ട് നോട്ട് എക്സാക്ട്ലി എന്താണ് ഇപ്പം നമ്മൾ ഇഞ്ചക്ഷൻ ആണ് കൊടുക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിലും ഹി വിൽ ബി വാച്ചിങ് മീ, എൻ്റെ കൈ പോകുന്നതെല്ലാം കാണുന്നുണ്ടാവും. ബട്ട് ഇൻ ടു ദിസ് തിങ്. അതെ, അവൻ ഈ പറയുന്ന കാർട്ടൂണോ അല്ലെങ്കിൽ ഫിഷ് ടാങ്കോ നോക്കിയിരിക്കുമായിരിക്കും, ബട്ട് ഹി വിൽ നോട്ട് ബി എക്സാക്ട്ലി നോയിങ് ഓർ വിൽ നോട്ട് ഫീൽ ദ പെയിൻ. അപ്പോൾ അതാണ് ഈ പറയുന്ന ഒരു മൈൽഡ് സെഡേഷൻ എന്ന് പറയുന്നത്.
ബട്ട് ദർ ആർ സം ചിൽഡ്രൻ ഹൂ വോണ്ട് കോപ്പറേറ്റ്. ഇതിലും പിടിച്ചാൽ കിട്ടാത്ത പിള്ളേരുണ്ടാവും. അതായത് അവർ ഇത് ബിക്കോസ് ഇറ്റ് ഇസ് എ മൈൽഡ് സെഡേറ്റീവ്, അവർക്ക് വേണമെങ്കിൽ അതിന് റെസിസ്റ്റ് ചെയ്ത് പിടിച്ച് നിൽക്കാം. ആൻഡ് നമ്മൾ ചോദിക്കുന്ന ഓർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാത്ത പിള്ളേരുണ്ടാവും. ദേ ആർ കാൻഡിഡേറ്റ്സ് ഫോർ ഈ പറയുന്ന ഡീപ്പർ ഓർ ജനറൽ അനസ്തേസിയ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നേരത്തെ ചോദിച്ചത് എന്താ വെച്ചാൽ കോംപ്ലിക്കേഷൻസും ഇഷ്യൂസും ചോദിക്കുമ്പം നമ്മളതിൻ്റെ പ്ലസസും മൈനസും നോക്കണം. അതായത് ഒരു 5-year-old 4-year-old ചൈൽഡ് ഹു ഹാസ് ഗോട്ട് ഒരു 10-15 പല്ലിൽ കൂടുതൽ കേടുണ്ട്. 20 പല്ലിൽ ഔട്ട് ഓഫ് 20 അറൗണ്ട് 14-15 ടീത്ത് ആർ ഡീക്കേഡ്, റിക്വയർസ് മൾട്ടിപ്പിൾ റൂട്ട് കനാൽസ്. ആൾ ഡെഫിനറ്റ്ലി ബിക്കോസ് ഓഫ് ഹിസ് ഫിയർ ഓർ നെഗറ്റീവ് ബിഹേവിയർ ഈസ് നോട്ട് ഗോയിങ് ടു കോപ്പറേറ്റ് എന്ന് അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻഡ് ഹീ ഈസ് നോട്ട് ഏബിൾ ടു ഈറ്റ് ഓർ ചൂ ഫുഡ് ആൻഡ് രാത്രി കണ്ടിന്യൂസ് ആയിട്ട് പെയിൻ ഉണ്ട്. സോ ഈ പെയിനെ ഇറാഡിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ട്രീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അങ്ങനത്തെ കുട്ടികളാണ് നമ്മൾ ഈ പറഞ്ഞ അനസ്തേസിയയിൽ കൊണ്ടുപോകുന്നത്. ആൻഡ് ബിഫോർ ടേക്കിംഗ് ഇൻ ടു ജനറൽ അനസ്തേസിയ നമ്മൾ അനസ്തെറ്റിക് ചെക്കപ്പ് ചെയ്യും. പ്രീ അനസ്തെറ്റിക് ഇവാലുവേഷൻ എന്ന് പറയും, എനി അതർ പ്രൊസീജിയർ. എക്സാക്ട്ലി. സോ അത് ചെയ്തിട്ട് ഈ മെഡിക്കലി ഫിറ്റ് എന്ന് കണ്ടതിന് ശേഷമായിരിക്കും ഈ പറയുന്ന പ്രൊസീജിയറിലേക്ക് നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നുണ്ടാവുക. സോ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ഈ പറയുന്ന ബാക്കി ഏത് മെഡിക്കൽ പ്രൊസീജിയർ ചെയ്യുന്ന പോലെ തന്നെയാണത്. അതായത് ഒരു ടോൺസിൽ റിമൂവലോ അഡ്നോയിഡ് റിമൂവലിന് കുട്ടിയെ അനസ്തേസിയ കൊടുക്കുന്ന അതേ പ്രൊസീജിയർ തന്നെയാണ് ഈ പറയുന്ന ഡെൻറ്റൽ പ്രൊസീജിയേഴ്സിനും. അനസ്തെറ്റിസ്റ്റ് പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. He is the person taking control of the situation there, and we will be performing the surgery inside the theatre. And advantage എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈൽഡ് കോപ്പറേഷൻ ആവശ്യമില്ല, ആൻഡ് വി വിൽ ബി ഏബിൾ ടു ട്രീറ്റ് ഓൾ ദ ടീത്ത് അറ്റ് എ സിംഗിൾ ഷോട്ട്. അപ്പം പേരൻസിന് മൾട്ടിപ്പിൾ വിസിറ്റ്സിൻ്റെ ആവശ്യമില്ല. മെയിനായിട്ട് കുട്ടി സ്ട്രഗിൾ ചെയ്യില്ല, കാരണം ആ പേടിയും ഈ പറയുന്ന സ്ട്രഗിളും കുട്ടി അണ്ടർഗോ ചെയ്യില്ല. വൺസ് ഈ അനസ്തേസിയ കുട്ടി സെഡേറ്റ് ആയിക്കഴിഞ്ഞാൽ ഹി വിൽ നോട്ട് ബി നോയിങ് വാട്ട് ഈസ് ഗോയിങ് അറൗണ്ട്, ആൻഡ് ഒരു മൈൽഡ് അമ്നീസിയ ഉണ്ടാവും വൺസ് എ പ്രൊസീജിയർ കഴിയുമ്പം. ഈ ഡസൻ നോ ആസ് ടു വാട്ട് വാസ് ബീങ് ഡൺ എന്നുള്ളതും അറിയണ്ടാവില്ല. സോ ഇതാണ് ഡീപ്പർ സെഡേഷൻ ഓർ അനസ്തേസിയ. നോട്ട് ഓൾ ചിൽഡ്രൻ റിക്വയർ. സം ചിൽഡ്രൻ ഹു ആർ ഈ നേരത്തെ പറഞ്ഞ പേടിയുള്ളതോ ഓർ സം സ്പെഷ്യൽ ചിൽഡ്രൻ. അത് കാരണം സ്പെഷ്യൽ ചിൽഡ്രൻ ആണെങ്കിലും ഈവൻ ദോ ദേ ആർ 5 or 6 or 10 years old, അവർ ദേ ഡോണ്ട് ഹാവ് ദാറ്റ് മെൻ്റൽ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ നീഡ് ഫോർ ദി സിറ്റുവേഷൻ. അങ്ങനത്തെ പിള്ളേരും ദേ ആർ കാൻഡിഡേറ്റ്സ് ഫോർ ഈ പറയുന്ന ജനറൽ അനസ്തേസിയ. ഇപ്പം ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പം അവരുടെ ചാലഞ്ചസ് എങ്ങനെയാണ് ഒരു ടിപ്പിക്കലി ഡെവലപ്പിംഗ് കുട്ടിയുടെ വെച്ച് നോക്കുമ്പോൾ ഇവരുടെ നമ്മൾ എവിടെയാണ് ശ്രദ്ധ കൊടുക്കേണ്ടത്? ഡു ദേ ഫേസ് അഡീഷണൽ ഇഷ്യൂസ് ആസ് കമ്പയർഡ് ടു ദി അതർ ചിൽഡ്രൻ? ലൈക്ക് എന്തൊക്കെയാണ്? യെസ്, ഡെഫിനറ്റ്ലി. കാരണം ഒന്ന് ഞാനെപ്പോഴും കണ്ടുവരുന്ന ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേരൻസിന് ദേ ആർ not blaming the parents, they are more concerned about the child's medical health than the dental health, and they don't know the importance of ഈ പറയുന്ന ഗുഡ് ടീത്ത് ഇൻ എ സ്പെഷ്യൽ ചൈൽഡ്. അതായത് കുട്ടിയുടെ വെൽ ടു ഡു ആയിട്ട് നറിഷ്മെൻറ്റിനും ന്യൂട്രീഷണൽ സ്റ്റാറ്റസിനും പല്ല് അത്രയും, കാരണം അവർക്ക് അവരുടെ മെഡിക്കൽ ഇത് അഗണി കാരണം അവർ ദേ ആർ ലെസ് ഫോക്കസ്ഡ് ഓൺ ദ ഡെൻറ്റൽ ലിസ്റ്റ്. സോ ഞാനെപ്പോഴും ഈ ഇങ്ങനത്തെ സ്പെഷ്യൽ ചിൽഡ്രൻ്റെ പേരൻസിൻ്റെ അടുത്ത് പറയാറ് ഒരു പ്രിവെൻറ്റീവ് പ്രോട്ടോക്കോൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം. ആസ് ടു ട്വൈസ് എ ഡേ ബ്രഷിങ് എന്നുള്ളത് മാറ്റി ത്രൈസ് എ ഡേ ബ്രഷിങ് ആക്കിയാലും കുഴപ്പമില്ല. അത് ടൂത്ത് പേസ്റ്റിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് മെക്കാനിക്കൽ ബ്രഷിങ്, ജസ്റ്റ് റിമൂവ് ദ പ്ലാക്ക് ആൻഡ് ഈ തങ്ങി നിൽക്കുന്ന ഡെബ്രീസിനെ റിമൂവ് ചെയ്യാം. ആൻഡ് സൂൺ ആഫ്റ്റർ എവറി മീൽ റിൻസിങ് ദ മൗത്ത് ഇഫ് പോസിബിൾ. ആൻഡ് ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള സ്റ്റിക്കി കാർബോഹൈഡ്രേറ്റ്സ് ആയിട്ടുള്ള ഫുഡ്സ് അവോയ്ഡ് ചെയ്യാം. അങ്ങനെ ആകുമ്പം ഈ പറയുന്ന ഡീക്കേഡ് ഇൻസിഡൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. സോ അവരങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫ്യൂച്ചറിൽ ഡെൻറ്റൽ ഇഷ്യൂസ് അവർക്ക് ദേ ക്യാൻ ലിമിറ്റ് ഇറ്റ്. അതാണ് അതിൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ്. When you were talking about brushing and ഈ ബ്രിസിൽസിന്റെ കാര്യത്തിൽ is there anything like some people use it really firm, എത്ര ഹാർഡ് ആയിട്ടുള്ള ബ്രഷാണ് അത്രയും ബെറ്റർ എന്ന് പറയുന്നുണ്ട്. ടൂത്ത് പേസ്റ്റ് ഒരു ഫുൾ ഇത് is it really required? ഇല്ല. See, for children what I suggest is soft bristles ഉണ്ട്, സോഫ്റ്റ് ബ്രിസിൽസ് ഉണ്ട്, മീഡിയം ബ്രിസിൽഡ് ഉണ്ട് ആൻഡ് ഹാർഡ് ബ്രിസിൽഡ് ഉണ്ട്. പിള്ളേർക്ക് എല്ലാവർക്കും സോഫ്റ്റ് ബ്രിസിൽസ് ആസ് എനഫ്. വേറെ നമുക്ക് അഡൾട്ട്സിന് ഇറ്റ് ഇസ് മീഡിയം ബ്രിസിൽ. ഹാർഡ് ബ്രിസിൽസ് ഞാൻ യൂഷ്വലി സജസ്റ്റ് ചെയ്യാറില്ല. ആൻഡ് ദെൻ കംസ് ഈ ടെക്നിക് ഓഫ് ബ്രഷിങ്. അഡൾട്ടിന് ഡിഫറെൻറ്റ് ടെക്നിക് ഓഫ് ബ്രഷിങ് ആണ്, പിള്ളേർക്ക് ചൈൽഡ് പോപ്പുലേഷൻ ഇറ്റ് ഇസ് ഡിഫറെൻറ്റ്. പിള്ളേർക്ക് യൂഷ്വലി നമ്മൾ പറഞ്ഞ സർക്കുലർ മോഷൻ, ബേസിക്കലി ബ്രഷ് വയ്ക്കുക, സർക്കുലർ മോഷനിൽ ബ്രഷ് ചെയ്യുക. ആൻഡ് യൂഷ്വലി ഈ പിള്ളേർ ബ്രഷ് ചെയ്യാൻ തുടങ്ങേണ്ടത് ഒരു താൻ ബ്രഷ് ചെയ്യാൻ തുടങ്ങേണ്ടത് ആഫ്റ്റർ 3 or 4 years കഴിഞ്ഞിട്ടാണ്. അതുവരെ പേരൻ്റ് ആയിരിക്കണം ബ്രഷ് ചെയ്യേണ്ടത്. കാരണം ഒന്ന് അവർക്ക് ആ ഫൈൻനെസ് ഉണ്ടാവില്ല, ആ ബ്രഷ് ഗ്രിപ്പ് ചെയ്യാനുള്ളതാണെങ്കിലും ഈ പറയുന്ന ടെക്നിക്ക് ഓഫ് ബ്രഷിങ്ങും അതിൻ്റെ ഇമ്പോർട്ടൻസും കുട്ടികൾക്ക് അറിയില്ല.
സോ പേരൻസ് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ആഫ്റ്റർ 3 or 4 years കഴിയുമ്പം ദേ ക്യാൻ സ്റ്റാർട്ട് ബ്രഷിങ് വൺസ് എ ഡേ. നൈറ്റ് മാത്രം കുട്ടി ബ്രഷ് ചെയ്യുക, രാവിലെ പേരൻസ് ബ്രഷ് ചെയ്യുക. നെക്സ്റ്റ് കംസ് ഈ പറയുന്ന ക്വസ്റ്റൻ ഓഫ് ടൂത്ത് പേസ്റ്റ്. ടൂത്ത് പേസ്റ്റ് ഞാൻ എപ്പോഴും പറയുക, വൺസ് ദ ചൈൽഡ് സ്റ്റാർട്ട്സ് ഓർ ലേൺസ് ടു സ്പിറ്റ്, ദെൻ യു ക്യാൻ സ്റ്റാർട്ട് യൂസിങ് എ ടൂത്ത് പേസ്റ്റ്. അത് യൂഷ്വലി ഒരു 2.5-3 ഓരോ കുട്ടികൾക്ക് ഓരോ പോലെ ആയിരിക്കും. 2.5-3 വയസ്സ് കഴിയുമ്പോഴായിരിക്കും കുട്ടി പതിയെ തുപ്പാൻ തുടങ്ങുന്നത്. സ്പിറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ യൂസ് എ പീ സൈസ്ഡ് ടൂത്ത് പേസ്റ്റ്. ഏജ് സ്പെസിഫിക് ആയിട്ടുള്ള പീ സൈസ്ഡ് ടൂത്ത് പേസ്റ്റ് ബ്രഷിലെടുക്കുക. അത് വൺസ് എ ഡേ മാത്രം മതി, മോർണിംഗ് മാത്രം മതി. അത് അങ്ങനെ അത് യൂസ് ചെയ്യുക, സ്പിറ്റ് ചെയ്യുക. ഹാർഡ് ബ്രിസിൽസിന് വന്നിട്ട് അഡ്വൈസ് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇറ്റ് കോസസ് മോർ ഓഫ് ഈ പറയുന്ന അബ്രഷൻ വരും. പല്ലിലും മുറുക്ക തേക്കുന്നതുകൊണ്ട് വാട്ട് ഹാപ്പൻസ് ഇസ് ആഫ്റ്റർ സെർട്ടൻ പോയിന്റ് ഓഫ് ടൈം ഇൻ അഡൽട്ട്ഹുഡൊക്കെ ആകുമ്പോഴേക്കും ഇറ്റ് സ്റ്റാർട്ട്സ് ഡെവലപ്പിംഗ് സെൻസിറ്റിവിറ്റി. സോ അതുകൊണ്ട് ഹാർഡ് ബ്രിസിൽസ് ഞാൻ അഡ്വൈസ് ചെയ്യാറില്ല. ഈ സോഫ്റ്റും മീഡിയമാണ് യൂഷ്വലി പ്രിസ്ക്രൈബ് ചെയ്യാറ്. ഈ ടൂത്ത് പേസ്റ്റിൽ ഫ്ലൂറൈഡ് കണ്ടന്റ് ഇമ്പോർട്ടൻ്റ് അല്ലേ കുട്ടികൾക്ക്? അതിന് 2 schools of thought ഉണ്ട്. ചില ആൾക്കാർ, ചില ഡെന്റിസ്റ്റ്മാർ തന്നെ ദേ സേ ഫ്ലൂറൈഡ് ഇസ് നോട്ട് നീഡഡ് എന്നുള്ള ഒരിതുണ്ട്. ബട്ട് വാട്ട് ഐ ബിലോങ് ടു അതർ സ്കൂൾ, അതായത് ഫ്ലൂറൈഡ് ആവശ്യമാണ് എന്നാണ് എൻ്റെ ഒരു ദിസ് തിങ്. ബിക്കോസ് വാട്ട് ഇറ്റ് ഡസ് ഇസ് ഇറ്റ് പ്രൊവൈഡ്സ് എ പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് ഫോർ ദ ടൂത്ത്. നമ്മുടെ ഈ പല്ലിൻ്റെ ഇനാമൽ എന്ന് പറയുന്നതാണ് ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഓഫ് ദ ബോഡി. ഈ പറയുന്ന ബോണിനെ പോലെ തന്നെ ഈക്വലി ഹാർഡായിട്ടുള്ള ഓർ സ്ലൈറ്റ്ലി മോർ ഹാർഡായിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് ഇനാമൽ എന്ന് പറയുന്നത്. അതിൻ്റെ സ്ട്രക്ചർ ഈസ് ബേസിക്കലി ഹൈഡ്രോക്സി എപ്പിറ്റൈറ്റ് എന്ന് പറയുന്ന ക്രിസ്റ്റൽസ് ആണ്. സോ നേരത്തെ പറഞ്ഞ പോലെ വെൻ ദ ഡീകേ സ്റ്റാർട്ട്സ്, ഈ ബാക്ടീരിയ ഫീഡ്സ് ഓൺ ദീസ് കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ഈ റിലീസസ് ആസിഡ്സ്, ദാറ്റ് കോസസ് ഇനാമൽ ഇറോഷൻ. അപ്പോൾ ആ ഇനാമൽ, ഈ ഹൈഡ്രോക്സി എപ്പിറ്റൈറ്റ് ക്രിസ്റ്റൽസിൻ്റെ സ്ട്രക്ചർ വീക്ക് ആകുമ്പോഴാണ് പല്ലിൻ്റെ ഇനാമൽ പൊടിഞ്ഞു തുടങ്ങുന്നത്. വാട്ട് ദിസ് ഫ്ലൂറൈഡ് ഡസ് ഇസ് ഇറ്റ് ഫോംസ് എ പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ്. ഈ ഫ്ലൂറോഅപ്പറ്റൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രക്ചർ ഫോം ചെയ്യും. ദറ്റ് ഈസ് മോർ റെസിസ്റ്റൻറ്റ് ടു ഡീകേ. സോ ഈ പറയുന്ന ഫ്ലൂറൈഡ് ഇൻ ദ ടൂത്ത് പേസ്റ്റ് ഇസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ് ആസ് എ അതർ കോമ്പണൻസ് ഇൻ ദ ടൂത്ത് പേസ്റ്റ്. സോ ഫ്ലൂറൈഡ് ഉള്ള ടൂത്ത് പേസ്റ്റാണ് നമുക്ക് എപ്പോഴും അഡ്വൈസബിൾ. ആൻഡ് ഈ ലെവൽ ഓഫ് ഫ്ലൂറൈഡും ഈ പറയുന്ന പോലെ നമ്മൾ നോക്കി വേണം എടുക്കാനായിട്ട്. കാരണം ചില സ്ഥലത്തൊക്കെ വാട്ടർ കണ്ടൻറ്റിൽ തന്നെ ഫ്ലൂറൈഡ് ഉണ്ടാവും. അപ്പം വാട്ട് ഹാപ്പൻസ് ഇസ് ഈ കുടിക്കുന്ന വെള്ളത്തിൽ ഈ ഫ്ലൂറൈഡിൻ്റെ കണ്ടൻറ്റ് കൂടുമ്പം ഈ പറഞ്ഞ പല്ലിൻ്റെ സ്ട്രക്ചറിലും ഡിഫറൻസ് ഉണ്ടാവും. സോ അങ്ങനത്തെ ആൾക്കാർക്ക് ഈ ഫ്ലൂറൈഡുള്ള ടൂത്ത് പേസ്റ്റിന് ആവശ്യമില്ല. ബട്ട് കേരളത്തിലെ ഈ ഫ്ലൂറോസിസ് ഉള്ള, അതിന് ഫ്ലൂറോസിസ് എന്നാണ് പറയാം, ഫ്ലൂറോസിസ് ഉള്ള ഏരിയാസ് വളരെ മിനിമലാണ്. വേറെ ആന്ധ്രയിലും അവിടെ ഇവിടെയൊക്കെ ദർ ആർ പ്ലേസസ് വെയർ ഗ്രൗണ്ട് വാട്ടറിൽ തന്നെ ഫ്ലൂറൈഡിൻ്റെ ലെവൽ കൂടുതലായിട്ട് നിൽക്കുന്നത്. സോ അല്ലാണ്ട് ജനറൽ പോപ്പുലേഷന് എപ്പോഴും ഫ്ലൂറൈഡ് ഉള്ള ടൂത്ത് പേസ്റ്റ് തന്നെയാണ് ബെറ്റർ. ഓൾറൈറ്റ്. ഇപ്പം നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിൽ നമുക്ക് എല്ലാവരും അറിയാം ചോക്ലേറ്റ്സ് കഴിക്കുന്നത് മോശമാണ് എന്നുള്ളത്. സ്വീറ്റ്സ് അല്ലാതെ തന്നെ നമുക്ക് സർപ്രൈസിങ് ആയിട്ട് തോന്നുന്ന വേറെ ഫുഡ്സ് നമ്മുടെ പല്ലിനെ ബാധിക്കുമോ? ഈസി ടു അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ എനി സ്റ്റിക്കി ഫുഡ്, ലെറ്റ് ഇറ്റ് ബി ഷുഗറി ഓർ നോൺ ഷുഗറി, വിച്ച് സ്റ്റേസ് ഇൻസൈഡ് ദ മൗത്ത് ഈസ് നോട്ട് എ ഗുഡ് തിങ്. അതിൽ ഈ പറഞ്ഞ കാർബോഹൈഡ്രേറ്റ് ആണ് ബാക്ടീരിയക്ക് ഈസിയർ ടു ബ്രേക്ക് ഡൗൺ, ഈ പറയുന്ന ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതുകൊണ്ടാണ് ഈ മിക്ക സ്വീറ്റ്സും ആർ റിച്ച് ഇൻ കാർബോഹൈഡ്രേറ്റ്സ്. അതും ഈ പറയുന്ന പോലെ സ്റ്റിക്കി ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് ആണ് കൂടുതൽ പ്രശ്നക്കാരൻ. വേറെ ഒരു സിറപ്പി ആയിട്ടുള്ളതോ ഇല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ടുള്ളതോ ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റ് അല്ല. കാർബോഹൈഡ്രേറ്റ് വിച്ച് ആർ സ്റ്റിക്കി ഇൻ നേച്ചർ, വിച്ച് ഇസ് ഡിഫിക്കൽട്ട് ടു റിമൂവ്. ഈ പറയുന്ന റിൻസിങ്ങും സ്പിറ്റിങ്ങിലും ഇല്ലെങ്കിൽ ബ്രഷിങ്ങിലും വിച്ച് സ്റ്റിക്സ് അറൗണ്ട്, അങ്ങനത്തെ കാർബോഹൈഡ്രേറ്റ്സ് ആണ് പ്രശ്നക്കാരൻ. സേ ഫോർ എക്സാമ്പിൾ എനി കൈൻഡ് ഓഫ് ഇഞ്ചുറി, ഇപ്പോൾ വീഴുന്നു, പല്ല് പൊട്ടുന്നു, അല്ലെങ്കിൽ അപ്പാടെ പോവുക പറയുമ്പോൾ, ഇസ് ദർ എ വേ യു ക്യാൻ ആക്ച്വലി അഡ്രസ് ദാറ്റ്? യെസ്, അത് സ്കൂളുകളിൽ ബേസിക്കലി ടീച്ചേഴ്സിനും പേരൻസിനും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് സ്കൂളിൽ പിള്ളേർ കളിച്ച് വീണ് കഴിഞ്ഞാൽ പാൽപ്പല്ലാണ് എന്നുണ്ടെങ്കിൽ നമ്മളതിനെ റീഇംപ്ലാന്റേഷൻ എന്ന് പറയാം. താഴെ വീണ പല്ലിനെ തിരിച്ച് ആ പല്ലിൻ്റെ സോക്കറ്റിലേക്ക് തിരിച്ച് ഫിക്സ് ചെയ്യില്ല. കാരണം ഒന്ന്, അത് കൊഴിഞ്ഞു പോകേണ്ട പല്ലാണ്. നമ്മളതിനെ റീഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ദർ ഇസ് എ ഗുഡ് ചാൻസ് ദാറ്റ് ആ ടൂത്ത് വന്നിട്ട് വിൽ ഗെറ്റ് ഫ്യൂസ് ടു ദ ബോൺ. അപ്പം അങ്ങനെ ആകുമ്പോൾ അടുത്ത പല്ല് വരേണ്ട സമയത്ത് ഇത് വഴിമാറി കൊടുക്കില്ല. സോ ദാറ്റ് പെർമനൻറ്റ് ടൂത്ത് ക്യാൻ ബി ബ്ലോക്ക്ഡ് ഇൻസൈഡ്. സോ അതുകൊണ്ട് പാൽപ്പല്ല് നമ്മൾ യൂഷ്വലി റീഇംപ്ലാന്റ് ചെയ്യില്ല. വേറെ പെർമനൻറ്റ് ടീത്ത് ഇഫ് ഇറ്റ് ഫോൾസ്, പറയുന്ന പ്രോട്ടോക്കോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വീണ പല്ലിനെ ജസ്റ്റ് ജെൻറ്റിലായിട്ട് ടാപ്പ് വാട്ടറിൽ നമ്മൾ അതിൻ്റെ ക്രൗൺ പോർഷൻ, റൂട്ടല്ല പുറത്തുമേ കാണുന്ന പോർഷൻ വെച്ച് ജസ്റ്റ് അതിൻ്റെ റൂട്ടിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക, വെള്ളം ഒഴിച്ച് ജസ്റ്റ് ക്ലീൻ ചെയ്യുക. ആൻഡ് ഒരു ബൗൾ ഓഫ് മിൽക്കിനകത്ത്, നോർമൽ ടെമ്പറേച്ചർ മിൽക്കിനകത്ത് ഇട്ടിട്ട് വിത്തിൻ 1 hour മീറ്റ് എ ഡെൻറ്റിസ്റ്റ്. ബേസിക്കലി. അപ്പോൾ ഡെൻറ്റിസ്റ്റ് എന്താ ചെയ്യാന്ന് വെച്ചാൽ ആ റൂട്ടിൽ പൊട്ടലോ ഉണ്ടോ എന്ന് നോക്കും, റീ എക്സാമിൻ ചെയ്യും, സോക്കറ്റ് നോക്കും, എക്സ്റേ എടുക്കും. അതിന് റീഇംപ്ലാന്റ് ചെയ്തിട്ട് നമ്മളതിനെ ഫിക്സ് ചെയ്യാൻ പറ്റും, സ്പ്ലിൻറ്റ് ചെയ്ത് ഫിക്സ് ചെയ്യും.
അതാണ് നമ്മൾ. സോ യൂഷ്വലി നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണു പല്ല് കൊണ്ടുവരും. ബട്ട് അവർ യൂഷ്വലി കൊണ്ടുവരുന്നത് ഒരു ഹാൻഡ് കർച്ചീഫിലോ അല്ലെങ്കിൽ ടിഷ്യൂലായിരിക്കും കൊണ്ടുവരുന്നുണ്ടാവാം. സോ അത് വളരെ ഒരു കറക്റ്റ് രീതിയല്ല. കാരണം ഇറ്റ് ഷുഡ് നോട്ട് ബി സ്റ്റോർഡ് ഇൻ എ ഡ്രൈ മീഡിയം. എപ്പോഴും ഈ പറയുന്ന ഒരു മോയ്സ്റ്റ് മീഡിയത്തിലാണ് കൊണ്ടുവരേണ്ടത്. യൂഷ്വലി ഈ പറയുന്ന മിൽക്ക് ആവാം അല്ലെങ്കിൽ കോക്കനട്ട് വാട്ടറും ആവാം, അങ്ങനത്തെ ആൽക്കലൈൻ ആയിട്ടുള്ള ഒരു മീഡിയത്തിൽ വേണം കൊണ്ടുവരാനായിട്ട്. അങ്ങനെ കൊണ്ടുവരും. ഓക്കെ. ഇപ്പോൾ ചില കുട്ടികളിൽ ഇപ്പോൾ ദേ ആർ വെരി റിലക്റ്റൻറ്റ് ടു ബ്രഷ് ദിയർ ടീത്ത്, എന്തെങ്കിലും വായിൽ തട്ടുന്നതോ സം കൈൻഡ് ഓഫ് സെൻസിറ്റിവിറ്റി ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുക? ഹൗ ക്യാൻ വി എൻകറേജ് ദം? ഇതെല്ലാം ഒരു ഹാബിറ്റാണ്. അപ്പോൾ കുട്ടികൾക്ക് എന്ത് പുതിയൊരു സാധനം കൊണ്ടുവന്നാലും ചില പിള്ളേർക്ക് ദേ മൈറ്റ് ലൈക്ക് ഇറ്റ്, ദേ മൈറ്റ് നോട്ട് ലൈക്ക് ഇറ്റ്. അപ്പം ബ്രഷിങ് ഒരു എസെൻഷ്യൽ കാര്യമാണ് എന്നുള്ളത് ആദ്യം നമ്മളതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യണം. സെയിങ് ദാറ്റ് ഇതല്ലാണ്ട് വേറെ വഴിയില്ല എന്നുള്ളത് ആദ്യം കുട്ടിക്ക് മനസ്സിലാക്കണം. ആൻഡ് ഇപ്പോൾ കുട്ടി നിർബന്ധമായും സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുട്ടിക്ക് ഇഷ്ടപ്പെടുന്ന കളറുള്ള ടൂത്ത് ബ്രഷോ ഇല്ലെങ്കിൽ ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് കാണിക്കുക. അതൊരു കൗതുകമായിരിക്കാം. സോ എഫിഷ്യൻസി വൈസ് ബോത്ത് മെക്കാനിക്കൽ ബ്രഷ് ആണെങ്കിലും ഇലക്ട്രിക്കൽ ബ്രഷ് ആണെങ്കിലും എഫിഷ്യൻസി വൈസ് സെയിം ആണ്. പക്ഷെ ആ ഒരു കറങ്ങുന്ന കൗതുകം കാരണം കുട്ടികൾ ദേ മൈറ്റ് ബി റെഡി ടു അക്സെപ്റ്റ് ദാറ്റ്. അല്ല ടൂത്ത് പേസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ പ്രശ്നം. ചില ഫ്ലേവേഴ്സ് ചില പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടില്ല. സോ അവന് ഇഷ്ടമുള്ള ഒരു ഫ്ലേവറിൽ ടൂത്ത് പേസ്റ്റ് മേടിക്കുക, ഇഷ്ടമുള്ള കാർട്ടൂൺ ക്യാരക്ടറിൻ്റെ ഒരു ടൂത്ത് പേസ്റ്റ് മേടിക്കുക, ഇല്ലെങ്കിൽ അവൻ കാണുന്ന ഈ പറയുന്ന കാർട്ടൂൺസിൽ ബ്രഷ് ചെയ്യുന്നത് കാണിച്ചു കൊടുക്കുക, സെയിങ് ദാറ്റ് സി ബ്രഷ് ചെയ്യുന്നത് ഇതാണ്. സോ ഇറ്റ് ഈസ് വെരി എസെൻഷ്യൽ ദാറ്റ് യു ഡു ദ ബ്രഷിങ് പ്രോപ്പർലി എന്നുള്ള കാര്യം ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്ത് കുട്ടിയെ മനസ്സിലാക്കി കൊടുത്തിട്ട് വേണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇനീഷ്യലി എല്ലാ ചിൽഡ്രനും ബ്രഷിങ് നല്ലൊരു ശതമാനം പിള്ളേരും ദേ വിൽ റെസിസ്റ്റ് ബ്രഷിങ്. ഒരു സാധനം വായിക്കകത്തിട്ട് ഇത് ചെയ്യുമ്പോൾ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് മൂവ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ദേ വിൽ നോട്ട് ലൈക്ക് ഇറ്റ്. അപ്പോൾ ജെൻറ്റിലായിട്ട് പെയിൻഫുൾ അല്ലാത്ത രീതിയിൽ ആദ്യം തുടങ്ങുക. ആൻഡ് ദെൻ പതുക്കെ ഒരു കപ്പിൾ ഓഫ് ഡേയ്സ് കഴിയുമ്പോൾ കുട്ടിക്ക് തന്നെ മനസ്സിലാവും ദാറ്റ് ദർ ഇസ് നോ പോയിന്റ് ഇൻ റെസിസ്റ്റിംഗ്, ഇറ്റ് ഈസ് എൻ എസെൻഷ്യൽ തിങ് ആൻഡ് ഇറ്റ് ഈസ് ഗുഡ് ഫോർ മീ ആണ് പേരൻസ് ചെയ്യുന്നത് എന്നുള്ള കുട്ടി മനസ്സിലാക്കുമ്പോൾ അവർ അത് ചെയ്യും. അത് യൂഷ്വൽ ചിൽഡ്രനിലാണ്. വേറെ സ്പെഷ്യൽ ചിൽഡ്രൻ ആകുമ്പോൾ നമുക്കത് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ ഭയങ്കര പാടാണ്. ബട്ട് വി ഡോണ്ട് ഹാവ് എൻ ഓപ്ഷൻ ബട്ട് ടു ഡു ഇറ്റ്. അപ്പോൾ ഈ സ്പെഷ്യൽ ചിൽഡ്രനിൽ വരുമ്പോൾ യൂഷ്വലി കണ്ടുവരുന്ന പേരൻസ് പറയുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വായ്ക്കകത്ത് ഈ പറയുന്ന ബ്രഷ് കൊണ്ടുപോകുമ്പോൾ കുട്ടി അറിയാണ്ടാണ് കടിക്കുന്നത്. ബൈറ്റിംഗ് ദ പേരൻസ് ഫിംഗേഴ്സ് ഓർ ഹാൻഡ്സ് ഓർ ക്യാൻ ബി എൻ ഇഷ്യൂ. അപ്പം അതിന് ഞാൻ സജസ്റ്റ് ചെയ്യുക എന്തെങ്കിലും ഒരു മൗത്ത് ഗാർഡ് പോലെ പേരൻസിൻ്റെ വിരൽ കടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഫിംഗേഴ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പോലെ ഒരു അക്രിലിക്കിൻ്റെയോ ഏതെങ്കിലും ഒരു മെറ്റീരിയലിൻ്റെ ഒരു ഫിംഗർ ഗാർഡ് പോലെ വയ്ക്കുക. നമ്മളിപ്പോൾ കിച്ചണിൽ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ വിരൽ മുറിയാത്തൊരു സാധനം, സംതിങ് മോർ ഹാർഡർ, അത് വെക്കുക. ആൻഡ് ഒരു പേരൻറ്റ് വന്ന് കുട്ടിയുടെ വായ്ക്കകത്ത് ഈ പറയുന്ന ഹാർഡ് മെറ്റീരിയൽ സ്പ്ലിൻ്റ് പോലത്തെ ഇത് വെച്ചിട്ട് മൗത്ത് ഗാർഡ് പോലെ വെച്ചിട്ട് ദ അതർ പേരൻറ്റ് ക്യാൻ ഡു ദ ബ്രഷിങ്. അതാണ് യൂഷ്വലി ഈ പറയുന്ന സ്പെഷ്യൽ ചിൽഡ്രനിൽ ഇരുന്നിട്ട് ബ്രഷിങ്ങിൽ ഞാൻ സജസ്റ്റ് ചെയ്യാറ്. ഓക്കെ. യൂഷ്വലി ഒരു ഫൈനലായിട്ട് ചോദിക്കുകയാണെങ്കിൽ ലൈക്ക് ഇസ് ദർ എ തിങ് ലൈക്ക് യു നീഡ് ടു ബ്രഷ് ഫോർ 2 minutes അല്ലെങ്കിൽ 1 minute? ചിലവർ പറയും ഹാപ്പി ബർത്ത്ഡേ ടു യു പാടുന്ന അത്രയും ലെങ്ത്തിലൊക്കെ ബ്രഷ് ചെയ്യണം. ഇസ് ദർ ലൈക്ക് എ സ്റ്റാൻഡേർഡ് സെറ്റ് ടൈം? അങ്ങനെയില്ല. ബേസിക്കലി നമ്മുടെ എയിം എന്താണെന്ന് വെച്ചാൽ പ്ലാക്ക് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അത് നേരത്തെ പറഞ്ഞ പോലെ അതെല്ലാം ഒരു കൗതുകത്തിൻ്റെ പാർട്ടാണ്. അതായത് ഇറ്റ് ക്യാൻ ബി കുട്ടിക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് വെക്കാം, അല്ലെങ്കിൽ ക്വിക്ക് സാൻഡ് വെച്ചിട്ട് നമുക്ക് അവർ ഗ്ലാസിൻ്റെ ഇത് വെച്ചിട്ട് അത് തീരുന്നവരെ ബ്രഷ് ചെയ്യുക എന്നുള്ളതായിരിക്കാം. ബേസിക് ഐഡിയ ഈസ് ഈ പറയുന്ന പ്ലാക്ക് കംപ്ലീറ്റ്ലി റിമൂവ്ഡ് ആയിരിക്കണം, ഡെബ്രീസ് എല്ലാം റിമൂവ്ഡ് ആയിരിക്കണം. ഈ പറയുന്ന എല്ലാ പല്ലും നമ്മൾ ബ്രഷ് ചെയ്യണം, ബോത്ത് ഔട്ടർ സർഫേസ് ആൻഡ് ഇന്നർ സർഫേസ് അലോങ് വിത്ത് ടങ്ങും ക്ലീൻ ആയിരിക്കണം. സോ ഇറ്റ് ക്യാൻ വേരി ഫ്രം ചിൽഡ്രൻ ടു ചിൽഡ്രൻ. നിർബന്ധമായും 1 minute 2 minute 5 minute ഇല്ല. ബേസിക്കലി ഡെബ്രി ഷുഡ് ബി റിമൂവ്. അതാണ് കണക്ക് വരുന്നത്. ഇറ്റ് ഈസ് സേഫ്. വിഗറസ് ആയിട്ട് ചെയ്യാൻ പാടില്ല. അതായത് വിഗറസ് ആയിട്ട് ചെയ്യുമ്പോൾ ഈ പറയുന്ന ടങ്ങിന് ഇഞ്ചുറി വരാനുള്ള ചാൻസ് കൂടുതലാണ്. ബി ജെന്റിൽ and you can use a tongue cleaner. No harms in using a tongue cleaner. Okay. Yes. So thank you, doctor, for your time and also for explaining the importance of dental hygiene especially for children, and I'm pretty sure it was very helpful to our parents also. So on behalf of Healthy Flix, I thank you once again and thank you all for joining us. Thank you. Thank you.